നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ സിമ്പിളായിട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചാനൽ കണ്ടന്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. വീഡിയോസിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പോയിന്റർ കൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ 3 ഡോട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ പ്രൊമോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നമുക്ക് കാണാം. ഇവിടെയും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് പ്രൊമോഷൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആഡ് അക്കൗണ്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ആഡ് അക്കൗണ്ട് ഉണ്ടാവില്ല. ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇവിടെ ഓൾറെഡി ആഡ് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ആ ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഗോൾസിൽ നമുക്ക് വേണ്ട ഗോൾസ് ചൂസ് ചെയ്ത് കൊടുക്കാം. മോർ എൻഗേജ്മെൻറ്റ് വിത്ത് യുവർ ചാനൽ ആണെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. എല്ലാ വെച്ചാൽ വ്യൂസ് ആണെങ്കിൽ തൊട്ട് താഴത്തുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട വീഡിയോസ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ പ്ലേസ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുത്തു. കറൻറ്റ്ലി ഇന്ത്യയാണ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ ബഡ്ജറ്റ് ചൂസ് ചെയ്യാണ്. ബഡ്ജറ്റ് INRൽ നമ്മൾ ബഡ്ജറ്റ് ചൂസ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു 500 റുപ്പീസാണ് ജസ്റ്റ് വെക്കുന്നത്. ശരിച്ച് കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് നമുക്ക് ബില്ലിങ്ങിലേക്ക് വന്നു. ബില്ലിങ്ങിൽ നമ്മൾ കൺട്രി ചൂസ് ചെയ്ത് കൊടുത്തു. തൊട്ട് താഴെ നമ്മുടെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം താഴെ അഗ്രി എന്നുള്ള ബട്ടൺ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ആഫ്റ്റർ ഇവിടെ പ്രൊമോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്.